അടക്കത്തെരുവിൽ തൂണിന്മേൽ പാത നിർമ്മിക്കാനുള്ള സാധ്യത ഇല്ലാതാവുന്നതിൽ പ്രതിഷേധം. മണ്ണിട്ടുയർത്തിയുള്ള ഉയരപാത നിർമ്മാണം ഇവിടെ പുരോഗമിക്കുകയാണ്. ഇരുവശത്തും റോഡ് കുഴിച്ച് ആറി പാനൽ സ്ഥാപിക്കുന്നതിനുള്ള കോൺക്രീറ്റും തുടങ്ങി. ഇനി തൂണിന്മേൽ പാതയ്ക്ക് അനുമതി കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. ഷാഫി പറമ്പിൽ എംപിയും കെ രമ MLA ഉൾപ്പെടെയുള്ളവരും NHAIക്കും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്കും മറ്റും തൂണിന്മേൽ പാതയ്ക്കായി നിവേദനം നൽകിയിരുന്നു. ഇതിൽ തീരുമാനമാവും മുൻപാണ് പ്രവൃത്തി സജീവമാക്കിയത്. കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ ഇനി മണ്ണിട്ടുയർത്തിയുള്ള ഉയരപാത എംബാങ്ക്മെന്റ് ഉണ്ടാകില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. ഇതും ലംഘിക്കപ്പെട്ട സ്ഥിതിയാണ്. ഇനി കേന്ദ്രം റിപ്പോർട്ട് തേടിയാൽ ഇവിടെ ഏറെ പുരോഗമിച്ചുവെന്ന് പറഞ്ഞ് തൂണിന്മേൽ പാത പദ്ധതിയെ എളുപ്പം ഒഴിവാക്കാം. അടക്കത്തെരുവിലെ മേൽപ്പാലം മുതൽ റോഡ് ജംഗ്ഷനിൽ ഉയരപാത തുടങ്ങുന്ന സ്ഥലം വരെയുള്ള 200 മീറ്റർ നീളത്തിലാണ് 6 വരി പാത മണ്ണിട്ടുയർത്തി നിർമ്മിക്കുന്നത്. അടക്കത്തെരുവിലെ മേൽപ്പാലത്തിന്റെ അതേ ഉയരത്തിൽ മണ്ണിട്ടുയർത്തണം. ഇതിന് 45,000 ക്യൂബിക് മീറ്റർ മണ്ണ് വേണം. ഇതുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നവും മണ്ണിട്ടുയർത്തിയുള്ള പാത സൃഷ്ടിക്കുന്ന സുരക്ഷാ പ്രശ്നവുമെല്ലാം കണക്കിലെടുത്താണ് ഈ ഭാഗത്തുകൂടി തൂണിന്മേൽ പാത വേണമെന്ന ആവശ്യം സജീവമായത്. നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ ഭവനങ്ങളെ പ്രകാശപൂരിതമാക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ലൈറ്റുകളുടെ കമനീയ ശേഖരം ഇനി നമ്മുടെ വടകരയിലും. വൈറ്റ് റെയിൽ ലൈറ്റ്സ് ആൻഡ് ഇന്റീരിയർ, കരിമ്പനപ്പാലം നിയർ KTDC റെസ്റ്റോറന്റ്.